So hi, welcome to Srra കസ്റ്റം റൂം മാച്ച് അല്ലെങ്കിൽ Srra എലൈറ്റ് റൂം മാച്ച്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ലീഗ് എന്നുള്ള വ്യവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ സ്വന്തം നമ്മൾ പഴയതുപോലെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ നമ്മൾ പഴയ ക്യാഷ് റിവാർഡ് സിസ്റ്റം കൊണ്ടുവന്ന് കുറച്ചും കൂടെ പഴയ ലെവലിലോട്ട് തന്നെ പോവാം എന്നുള്ളൊരു തീരുമാനം എത്തിയിട്ടുണ്ട്. അത് രണ്ടുപേർക്കും നല്ലത് അതാണ് തോന്നി, അങ്ങനെ മാറി. അപ്പോൾ നിന്നോട്ട് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫയേഴ്സ് ഉണ്ടാകും. എല്ലാ വീക്കിലും എലിമിനേഷൻ ഉണ്ടാകും. എല്ലാ വീക്കിലും എലിമിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ വീക്കിലും പുതിയ ടീംസിന് കയറാനായിട്ട് ക്വാളിഫയേഴ്സ് ഉണ്ടാകും. ക്വാളിഫയേഴ്സ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ക്വാളിഫയേഴ്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഈ ലൈവിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാകും. ആ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുക അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ അതിൽ ക്വാളിഫയർ കളിക്കുകയും ചെയ്യാം. ഓക്കെ, ഓക്കെ ഹായ്. എന്താണ് ഇപ്പോൾ ലീവ് തടങ്ങുമോ എല്ലാ സംഭവമല്ലേ? എന്താണ് സംഭവം? നോക്കി ലൈവ് തുടങ്ങി. ഓക്കെ, ലോഡായിട്ടുണ്ട്. മാപ്പ് ഉടനെ തന്നെ സ്റ്റാർട്ടാവും. മാച്ച് 29 സെക്കൻഡ് സ്റ്റാർട്ടാവും. 50 പേരാണുള്ളത്. 50 പേര് മതി. നമുക്കുള്ള ആൾക്കാർ മതി. കാര്യം ഇന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ കുറവാണ്. നാളെ തൊട്ട് വീണ്ടും റിസ്യൂം ചെയ്യും എന്ന് പ്രതീക്ഷിക്കും. നാളെ മിക്കവാറും നമുക്ക് മാച്ച് കളിക്കും. ചെറിയ പിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പിങ് ഉണ്ടായേക്കാം. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് പിങ് ഉണ്ടായാലും നമ്മൾ തിരിച്ച് വീണ്ടും റിസ്യൂം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അഥവാ ലാഗ് ഉണ്ടായാലും നമ്മൾ തിരിച്ച് വീണ്ടും വന്ന് നമ്മൾ കറക്റ്റായിട്ട് വീണ്ടും ലൈവ് സ്റ്റാർട്ട് ചെയ്യും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടീമുകളുടെ ലിസ്റ്റൊക്കെ നോക്കിയാൽ പല ടീമും ജോയിൻ ചെയ്തിട്ടില്ല. ജോയിൻ ചെയ്യാത്ത ടീമുകൾക്ക് നോക്കാം. 50 പേരുണ്ടല്ലോ. ഉള്ള പേര് വെച്ച് കളിക്കാം. അങ്ങനെ നമ്മളിന്ന് പോകുന്നത് വീക്കെൻഡ് മാപ്പാണ്. 13 ടീമും 50 പ്ലേയേഴ്സും നിലവുണ്ട്. 13 ടീമും 50 പ്ലേയേഴ്സും ലൈവ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ LMX ടീം അവിടെ ഓരോരോ ടീം ഓരോരോ സ്ഥലങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. ഓരോരോ ടീം ഓരോരോ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ എവിടെയാണ് അടി നടക്കാൻ ചാൻസ് കൂടുതൽ എന്ന് നോക്കിയാൽ എവിടെയാണ് നടക്കും. എല്ലാവരും ആദ്യമേ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കളി തീരും. പെട്ടെന്ന് അടി എടുക്കട്ടെ. കമോൺ എല്ലാവരും അടി നടക്കും. നോക്കി നോക്കാം എവിടെ അടി നടക്കും, എങ്ങനെ അടി നടക്കും, എങ്ങനെ അടി നടക്കും, ആരൊക്കെ എവിടെ കടിക്കും. നമുക്ക് അടി നടക്കാൻ ചാൻസ് എവിടെ നടക്കാം? ഷാൻ ബ്രോ DS കയറിയിട്ടില്ല. ഞാൻ ഇപ്പം ജസ്റ്റ് നോക്കിയതാണ്. DS ഒന്നും കയറിയില്ല. എന്തോ ഒരു DS കയറാത്ത ഒരു ദിവസം പോലും. കയറിയിട്ടുണ്ട്. 20 കയറിയിട്ടുണ്ട്. ഈ സൈബർ പറ്റി അസ്നീത് എല്ലാവരും കയറിയിട്ടുണ്ട്. അയ്യോ തെറ്റിപ്പോയി മകൻ. കയറിയിട്ടുണ്ട്. DS കയറും. DS വില്ലയുടെ ഭാഗത്തോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ കനത്തടി നടക്കാൻ ചാൻസ് ഉള്ള ടീം 24 അടുത്താണ്. 24 അടുത്ത് ഒരു 3-4 ടീമുണ്ട്. ടീം 24 അടുത്തേക്കാണ് പോകാൻ താല്പര്യപ്പെട്ടത്. ടെറാക്സിൻ്റെ അടുത്താണ് ടീമുകൾ. ടെറാക്സിൻ്റെ അടുത്ത് ഏതൊക്കെ ടീമാണുള്ളത് നോക്കിയാൽ ടീം നമ്പർ 19 LC ടീമും ZRM ടീമും അവിടെ തന്നെ ടെറാക്സിൻ്റെ അടുത്തുണ്ട്. നോക്കിയൊക്കെ അവിടെ എവിടെയാണ് അടി നടക്കുക. തൊട്ടടുത്ത് ഇപ്പം തന്നെ തുടക്കത്തിൽ തന്നെ അടിയിരിക്കും. ആൾ കുറവാണെങ്കിലും അടിക്കൊരു കുറവില്ല. 13 ടീമും 50 പ്ലേയേഴ്സും സ്റ്റിൽ അലൈവ്. 13 ടീമും 50 പ്ലേയേഴ്സും അലൈവ് ഉണ്ട്. ലൈവ് കണ്ടായിരുന്നെങ്കിൽ ലൈക്ക് എടുക്കാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇതൊക്കെ മറന്നാലും സബ്സ്ക്രൈബ് ചെയ്യാറ്റില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ LC ടീം വേഴ്സസ് ZRM വേഴ്സസ് ടെറാക്സ് ടീമാണ്. എനിക്കിപ്പോഴും ഫ്ലൈറ്റ് പോയില്ലേ? ഫ്ലൈറ്റിൻ്റെ സൗണ്ട് ഇപ്പോഴും കേൾക്കുന്നില്ല. ഫ്ലൈറ്റ് പോയിട്ടില്ല ഇതുവരെ. ഭയങ്കര സൗണ്ട്. ഓക്കെ,
ലൈവ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നോക്കി നോക്കാം. ടെറാക്സ് വേഴ്സസ് SRMX വേഴ്സസ് അവിടെ SRMX ഇയോൺ നൈസ് ടാഗ് എടുക്കുന്നുണ്ട്. ഇസ്രാം ഓപ്പിക്ക് നല്ല ടാഗ് എടുത്തിട്ടുണ്ട്. ഇസ്രാം ഓപ്പിക്ക് നല്ല ടാഗ് ഉണ്ട്. റോസി എൽസി അവിടെ ഇസ്രാം ഡാർക്കിനെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഡാർക്കിനെ അവിടെ റോസി എൽസി നൈസായിട്ട് ബാക്ക് വന്ന് നോക്കൗട്ട് ചെയ്തു. ഇസ്രാം ക്ലൗഡ് തൊട്ടടുത്തുണ്ട്. ഇസ്രാം ക്ലൗഡിന് നോക്കൗട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇസ്രാം ക്ലൗഡ് നോക്കൗട്ട് ആവാൻ ഇല്ല. ഇസ്രാം ക്ലൗഡ് ഒരു OP ആയിട്ടൊരു ഷോർട്ട് ഗൺ വെച്ച് റോസിയെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. റോസി ടീമിൻ്റെ LC ടീം ബാക്കിയുള്ളവരവിടെ പോയി നിക്കിൾസ് ഇറങ്ങി വരുന്നുണ്ട്. റോസി എൽസിയുടെ കില്ല് കൺഫേം ചെയ്തു. റോസി എൽസി കയറി ഇസ്രാം ക്ലൗഡിൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഇസ്രാം ക്ലൗഡിൽ ഹെൽത്ത് ഉണ്ടോ? ഇസ്രാം ക്ലൗഡോടെ ഇസ്രാം ക്ലൗഡിലേക്ക് പോകാമെന്ന് ചോദിച്ച് കയറി പോകുന്നത്. ഇസ്രാം ക്ലൗഡ് ചെറിയ പിങ് കയറിയിട്ടുണ്ട്. ഇസ്രാം ക്ലൗഡിൻ്റെ ഹെൽത്ത് കിറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അടിക്കും കുഴപ്പമില്ല. ബാക്കിയുള്ള അവിടെ എന്താ അവസ്ഥ നോക്കി. ബാക്കി എവിടെയാണ്? ബാക്കിയുള്ളവരുടെ ക്ലൗഡ് ഇപ്പോൾ ക്ലൗഡിനെ പുഷ് ചെയ്യുന്നുണ്ട്. നിക്കൽസ് അടിച്ചു. പോളി കട്ട സപ്പോർട്ട് സാറേ എന്ന് പറഞ്ഞു. പിന്നെ അല്ല ഷഫി വന്നിട്ടുണ്ട്. കട്ട സപ്പോർട്ട് സാറേ. എൻ്റെ പിന്നെ ഷോർട്ട് ഗൺ വെച്ചുള്ള ഉഗ്ര OP പ്ലേ മാൻ. ഇസ്രാം ക്ലൗഡ് OP ഗെയിം പ്ലേ. ഇസ്രാം OP വീണ്ടും നോക്കൗട്ട് ആയിരുന്നു. ഇയോൺ കയറി ഇയോൺ അടിക്കുന്നുണ്ട്. അവനടിക്ക് ബാക്ക് ഫ്രീസൽസ് ഇസ്രാം ഡാർക്കെ നോക്കൗട്ട് ചെയ്തു. ഇയോൺ നോക്കൗട്ട് ചെയ്തു. ഇസ്രാം ക്ലൗഡ് മാത്രമേ ഇസ്രാം ക്ലൗഡിൻ്റെ പാവം. ഇസ്രാം ക്ലൗഡിൻ്റെ വീണ്ടും ഒരു ഷോർട്ട് ഗൺ മാത്രം വെച്ച് നിൽക്കുകയാണ്. ഷോർട്ട് ഗൺ വെച്ച് എന്ത് ചെയ്യാൻ പറ്റുന്ന ഗിറ്റാറാക്സ് മല്ലോടെ ഇസ്രാം OPയുടെ കില്ല് കൺഫേം ചെയ്തു. ഫ്ലെവിൽ അവിടെ എൽസിയുടെ ഇസ്രാം ഇയോടെ കില്ല് കൺഫേം ചെയ്തു. നമ്മുടെ ഒരു ആകെയുള്ളത് അടിച്ചു. ആ അടി നടന്നില്ല. രണ്ടുപേരെ കൊല്ലാൻ പറ്റി. പക്ഷേ മൂന്നാമത്തെ ആൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. LC ഫ്ലെവിൽ വന്ന് കില്ല് കൺഫേം ആക്കിക്കൊണ്ട് പോയി എന്ന് വേണം പറയാൻ. ഇവിടെ നോക്കിയാൽ LC ടീമിൽ 2 പേര് തീർന്നിട്ടുണ്ട്. ടെറാക്സിന് 4 പേരുണ്ട്. LC ടീമിന് ഇസ്രാമിനെ ഒരു കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്തു. LC ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇസ്രാം ക്ലൗഡിൻ്റെ ആ ഒരു പെർഫോമൻസ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു S686 ഷോർട്ട് ഗൺ വെച്ച് 2 പേരെ തീർത്തതാണ് OP ഗെയിം പ്ലേ. റോസി എൽസിയും അതുപോലെ തന്നെ നിക്ക് എൽസിയും തീർത്തത് വെറും ഷോർട്ട് ഗൺ സഹായത്തോടെയാണ്. OP. പക്ഷേ അവരങ്ങനെ LC ടീമോടെ SRM ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12 ടീം 44 പ്ലേയേഴ്സ് എന്ന് പറയും. 12 ടീം 44 പ്ലേയേഴ്സും എലൈവ് ഉണ്ട്. ടെറാക്സ് ടീം ഇവിടെ നിൽക്കുന്നു. LC ടീം ഇവിടെ നിൽക്കുന്നു. നോക്കാം എവിടെയൊക്കെ എപ്പോഴൊക്കെ അടി കിട്ടും എന്നുള്ള കാര്യം ഇപ്പോൾ അറിയാം. വേറെ എവിടെയെങ്കിലും അടി വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ വേറെ ഒരിടത്തും അടി വരാൻ സാധ്യതയില്ലാണ്ടില്ല എന്ന് പറഞ്ഞാൽ CSG vs LMX ചിലവ് വന്നേക്കാം. എന്തായാലും അങ്ങോട്ട് അടി പൊട്ടുകയാണെങ്കിൽ മാത്രം നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. കാര്യം വേറെ സാധ്യതകൾ തോന്നുന്നില്ല. ഈ സോണൊന്നും മാറാതെ വേറെ അടി വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലെവൽ X സോണിലാണ്. ബാക്കി ആരും സോണിലല്ല. സോൺ വന്നിരിക്കുന്ന ഒരു വൃത്തികെട്ട ലെവലിലാണ് സോൺ ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീ സെൽസിക്ക് ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഫ്രീ സെൽ ടാഗ് കൊടുത്തില്ല. രക്ഷപ്പെട്ടു. ജസ്റ്റ് എസ്കേപ്പ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നിങ്ങൾക്ക് ലൈവിൽ സൗണ്ട് കേൾക്കാൻ DS സൈപ്പർ വൈറ്റ് UR എന്ന് പറഞ്ഞാൽ പിന്നെ DS സൈപ്പർ UR ആണ്. ഒന്നും പറയണ്ട. സൂപ്പർ. എന്തായാലും നോക്കാം. ടെറാക്സ് വേഴ്സസ് LC ടീമാണ് നടക്കുന്നത്. ടെറാക്സ് വേഴ്സസ് LC ടീം ഇവിടെ നടക്കുന്നു. ടെറാക്സ് വേഴ്സസ് LC ടീം നടക്കുന്നു. നോക്കാം എന്താവും എന്നുള്ള കാര്യം ഇപ്പോൾ അറിയാം. എന്താവും എന്നുള്ളത് നോക്കാം. നമ്പർ 4 LMS വേഴ്സസ് TSC നടക്കുന്നുണ്ട്. അവിടെ തന്നെ ടീം 20 മാഡി സ്പോർട്സും വരാൻ ചാൻസ് ഉണ്ട്. അതിനിടയിൽ കൂടെ അവരും എല്ലാവർക്കും സോണി കയറുന്ന വരുന്ന വഴിയിൽ അടി നടക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നടന്നേക്കാം. എന്തായാലും ഇവിടെ ഫൈറ്റ് വരാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. LC വേഴ്സസ് ടെറാക്സ്. പക്ഷേ അവർ ജസ്റ്റ് പിൻവലിയാണ്. LC ടീം ജസ്റ്റ് ഒന്ന് ബാക്ക് വലിഞ്ഞ് അടിക്കാനുള്ള ശ്രമം. നമുക്ക് LMXൻ്റെ അടുത്ത് ജസ്റ്റ് പോയി നോക്കാം. LMX അവിടെ എങ്ങനെയാണ് നോക്കാം. അവിടെ അടി നടക്കൂ. ഇല്ല, അവിടെ തിരിച്ചടി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് മാറുന്ന വെയിറ്റ് ചെയ്യിക്കുകയാണ് അടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ മാറുമ്പോൾ അപ്പം അടി വന്നിട്ടുണ്ട്. നോക്കാം. LC വേഴ്സസ് ടെറാക്സ് വീണ്ടും ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ടെറാക്സ് വേഴ്സസ് LC ഫ്ലെവിൽ നൈസായിട്ട് ബാക്ക് വലിഞ്ഞിട്ടുണ്ട്. നൈസായിട്ട് ലൂട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അതെ, ലൂട്ട് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആണ്. ലൂട്ട് ചെയ്യാന്നുള്ളത് എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. എവിടെയാണ് 4 പേര് ലൈവ് കാണുന്ന എല്ലാവർക്കും ഒരു റിക്വസ്റ്റ് വീണ്ടും ഓർപ്പിക്കും. നമ്മൾ ലൈവ് സ്ഥിരം വരുന്ന ആൾക്ക് അറിയാമെന്നറിയുക. സ്ഥിരം പറയുന്ന കാര്യം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്താൽ അറിയാൻ പറ്റും നിങ്ങൾ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന്. സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് സപ്പോർട്ടാവും. ലൈക്ക് ചെയ്താൽ എനിക്ക് സന്തോഷമാവും. എന്താണെങ്കിലും നിങ്ങളത് ചെയ്യും. നിങ്ങൾ ചെയ്തേ പറ്റൂ. ചെയ്യണം, പ്ലീസ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ LMX വേഴ്സസ് മാഡി സ്പോർട്സിൽ ഫൈറ്റ് എടുക്കാൻ ചാൻസ്. LMS പാണ്ഡെയാണ് നമ്മൾ കാണുന്നത്. LMS പാണ്ഡെ എടുത്തോട്ട് മാക്സിമം കേബിൾ അടിച്ചു. ലെവൽ Xൻ്റെ അടുത്തോട്ട് ഫൈറ്റ് എടുക്കുന്നത്. ലെവൽ X വേഴ്സസ് T20 നടക്കാൻ ചാൻസ് നോക്കാം. T20 കേബിൾ ലെവൽ X ഒരാളെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ലെവൽ X ഒരാളെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഷാഡോ അവിടെ ഇപ്പോൾ ഷാഡോ നിൽക്കുന്നു. ഷാഡോയുടെ അടുത്താണ് T20 ഇവിടെയാണ്. അപ്പം ക്യാമറ പോയി അവരെവിടെ കേബിൾ ഇവിടുന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. കേബിൾ അടിച്ച് നോക്കൗട്ട് ചെയ്ത് ആരെയാണ്? T20 ഷോട്ട് നമ്പർ 15 ആയിരുന്നു. ഷോട്ട് നമ്പർ 15 എവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷോട്ട് നമ്പർ 15 എവിടെ? ഷോട്ട് നമ്പർ 15 കാർണേജ് എഴുതിയിട്ടുണ്ട്. കാർണേജിൻ്റെ ബാക്കി സപ്പോർട്ടിനുള്ള ബാക്കി ആൾക്കാർ എവിടെയാണ്? അവിടെ തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാർണേജ് ഒറ്റയ്ക്കാണ്. കാർണേജിൻ്റെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് അവിടെ പോയി. ഓക്കെ, ലെവൽ X കാർണേജിൻ്റെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് വണ്ടിയൊക്കെ വരുന്നേ ഉള്ളൂ. അടുത്തൊന്നും തന്നെ ഇല്ല. ഇവർ ഒറ്റയ്ക്ക് വന്നതാണ്. കാർണേജ് ഒറ്റയ്ക്ക് മോൺസ്റ്ററായിട്ട് വന്നതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, മോൺസ്റ്ററായിട്ട് വന്നതാണ്. ലെവൽ Xൻ്റെ ബാക്കി ടീം മെമ്പേഴ്സ് വന്നുകൊണ്ടിരിക്കുക. നേരത്തെ ലെവൽ X ഞാൻ പറഞ്ഞു ലെവൽ X സോണിനകത്തായത് നോക്കി. ലെവൽ സോണിനകത്തായിരുന്നു. പിന്നെ എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. സോ കാർണേജ് ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്നത്. കാർണേജ് ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുകയാണ്. ഒറ്റയ്ക്ക് കിടന്ന് കാർണേജിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നത്. റിയ ബോസിൻ്റെ ഇവിടെ സംഭവത്തിൻ്റെ പിന്നെ ഇന്ന് വീക്കെൻഡാണ്. പിന്നെ ഇന്ന് ശനിയാഴ്ച വീക്കെൻഡിൽ എന്താണ്
ഇന്ന് വീക്കെൻഡ് അല്ലേ, ഇന്ന് വീക്കെൻഡാണ്. സോ നമുക്ക് വീക്കെൻഡ് മാപ്പാണ്. ശനിയാഴ്ച അല്ലേ? ആണ്, ശനിയാഴ്ച വീക്കെൻഡാണ്, കുഴപ്പമില്ല. നാസി മാസ്റ്റർ ഗെയിമിംഗ്, വെൽക്കം ടു സ്ട്രീം ബ്രോ. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? T20 വേഴ്സസ് ലെവൽ എക്സ് നടക്കുമോ ഇല്ലെന്ന് ഒരാളെ അടിച്ചിട്ടുണ്ട്. ഒരാൾ അടിച്ചതുകൊണ്ട് തന്നെ തിരിച്ച് നേടി വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ ടീം നമ്പർ LC വേഴ്സസ് ടിറാക്സ് നടക്കാൻ വീണ്ടും ചാൻസ് ഉണ്ട്. അവർ അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ അടി നടക്കും. ഈ സമൂഹം ഒന്നും കളിച്ചില്ലേ. TS ടീമിൻ്റെ അടുത്തോട്ട് പോയി നോക്കിയാൽ TS ടീമിൻ്റെ അടുത്തോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. TS ടീമിൻ്റെ അടുത്ത് അബൂഹമ്മദ് എവിടെയാണ്? അബൂഹമ്മദ് ലൈവ് എന്ന് നിൽക്കില്ല, പിന്നെ എങ്ങനെ കാണും? സോ LC ടീമിനോട് ഫൈറ്റ് നടക്കാൻ ചെറിയ ചാൻസ് ഉണ്ട്. LC ടീമിനോട് പോയി നോക്കാം. ഫ്ലെവിലിൻ്റെ അടുത്ത് പോകാം. ഫ്ലെവിൽ അവിടെ LC 24 ടെറാക്സിന് ലക്ഷ്യമായി നിൽക്കുകയാണ്. ടെറാക്സിൻ്റെ പിള്ളേരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ടെറാക്സിന് വെയിറ്റ് ചെയ്യുന്ന അടിക്കാൻ വയ്ക്കുകയാണ്. ടെറാക്സിൻ്റെ ഓപ്പോസിറ്റ് ഡീപ്സും മല്ലുബോയും കോഡ്രെഡും ആൻഡ് ലോഗനും ഒക്കെ ഉണ്ട്. അവിടെ അടിക്കുമോ ഇല്ലയോ എന്നറിയില്ല. നോക്കി നോക്കാം, അടിക്കും എന്ന് പ്രതീക്ഷിച്ച് നോക്കി നോക്കാം. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ലൈക്ക് അടിക്കുക മറന്നുപോയോ? ലൈക്ക് അടിക്കൂ, കമൻറ്റ് ചെയ്യൂ. ലൈക്ക് അടിച്ചിട്ടില്ല, എന്താ മോശം? ഒരു ലൈവ് ഒക്കെ വന്നിട്ടുള്ളൂ, 5 പേര് കാണുന്നു. 5 പേർക്ക് ലൈക്ക് അടിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ലൈക്ക് അടിക്കൂ. നിങ്ങൾ സാനോക്കാണോ? ഓക്കെ, ലെവൽ എക്സ് തിരിച്ചടിച്ചു. അവിടെ സാനോക്കാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, നാസി ഗെയിമിംഗ് സാനോക്കാണ് കളിക്കുന്നത്. നമ്മളിന്ന് കളിക്കുന്നത് വീക്കെൻഡാണ് ബ്രോ, വീക്കെൻഡാണ്. സോ അങ്ങനെ നമ്മളിന്ന് SRR ഇൻഡിവിജ്വൽ റൂമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും അവിടെ T20 അവിടെ ഒരാൾ നോക്കൗട്ട് ചെയ്ത റിവ്യൂ കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. എന്തായാലും ലെവൽ എക്സ് വേഴ്സസ് ഇവിടെ ലെവൽ എക്സ് കാർണേജ് കറങ്ങിത്തിരിഞ്ഞ് പോകുന്നുണ്ട്. ലെവൽ എക്സിനോട് പോയി നോക്കാം. ലെവൽ എക്സ് ആകാശ് ഇവിടെ നിൽപ്പുണ്ട്. T20 ഫ്ലെയിം ഓപ്പ് നിൽക്കുന്നു. ഇവിടെ എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ലൈവിൽ നിൽക്കുന്ന ആരെങ്കിലും ലൈവ് കാണാനുണ്ടെങ്കിൽ മറന്നു പോകരുത്. ലൈവ് എന്താണ് സംഭവിക്കുക? ഒന്നും നടക്കുന്നില്ല, അടിയും നടക്കുന്നില്ല. ലെവൽ എക്സ് ലെജൻഡ് അടുത്തടുത്താണ്. ലെവൽ എക്സ് ലോഗന് തൊട്ടടുത്താണെന്ന് തോന്നുന്നു. ലെജൻഡ് അങ്ങോട്ടൊന്ന് പോയി നോക്കണം. ഞാൻ പറഞ്ഞു, ലെജൻഡ് അടിച്ച് നോക്കൗട്ട് ചെയ്തു. ലെവൽ എക്സ് ലോഗൻ അവിടെ ലെജൻഡിനെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ലെജൻഡ് T20 ബാക്കി പ്ലേയേഴ്സ് അവിടെ പോയി. കേബിളും ഫ്ലെയിമും ഒക്കെ കയറി വരുന്നതേ ഉള്ളൂ. ലോഗൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അടിക്കുന്നുണ്ട്. കാർണേജ് കയറി പോകുന്നു. കാർണേജ് പുഷ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. കാർണേജിനെ അടിക്കുന്നുണ്ട്. കാർണേജിനെ ഫ്ലെയിം ഓപ്പ് ചെയ്യാൻ അടിക്കുന്നത് തോന്നുന്നു. എന്തായാലും അവിടെ കാർണേജ് നൈസായിട്ട് ടാഗ് കിട്ടിയിട്ടുണ്ട്. കേബിളിന് അടിയുന്നുണ്ട്. കമൻറ്റ് ഇട്ടാൽ വായിക്കാം. ഞാൻ കമൻറ്റ് വായിച്ചെന്ന് പറഞ്ഞില്ലേ? കമൻറ്റ് വായിച്ചിട്ടുണ്ട്. സമൂഹം ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ട് അവിടെ ലെവൽ എക്സ് കാർണേജിന് അടിച്ച് നോക്കൗട്ട് ചെയ്യുന്നു. റിവ്യൂ എടുക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ കേബിളിന് അടിക്കാൻ പോകുന്നു. കേബിൾ അടിച്ച് നോക്കൗട്ട് ചെയ്തു. ലെവൽ എക്സ് ലോഗൻ നോക്കൗട്ട് ചെയ്തു. എൻ്റെ ചെറുക്കൻ അടിച്ചു, ഞാൻ നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ് കേബിൾ അടിച്ചിട്ടുണ്ട്. അടുത്ത ആൾ കേബിളിന് അടി വന്നിട്ട് കേബിൾ ലെവൽ എക്സ് ആകാശം നോക്കൗട്ട് ചെയ്ത് അടിക്കുന്നത്. ലെവൽ എക്സിൻ്റെ ഒരു പ്ലെയർ മാത്രം ഫുള്ള് ഹെൽത്തിലുള്ളൂ. ബാക്കി എല്ലാവരും നോക്കൗട്ട് അല്ലെങ്കിൽ 1 HP നിൽക്കുകയാണ്. അത് കാർണേജ് ഹെൽത്ത് എടുത്തിട്ടുണ്ട്. സോ 2 പേര് വന്നിട്ടുണ്ട്. കേബിളിന് പുഷ് വരുന്നുണ്ട്. ലെജൻഡ് നോക്കൗട്ട് ആണ്. കേബിൾ ഹെൽത്ത് എടുക്കണം. എടുത്തില്ലെങ്കിൽ കേബിളിൻ്റെ കാര്യം പണിയാവും. നോക്കിയാൽ ഫ്ലെയിം ഓപ്പി കയറി വരുന്നുണ്ട്. സപ്പോർട്ട് വേണ്ടി ഫ്ലെയിം ഓപ്പി കയറുന്നുണ്ട്. അവിടെ ഗ്രനേഡൊക്കെ ചേർച്ച് വരെ ചെയ്യുന്നുണ്ട്. അവിടെ അടിച്ചു. ഫ്ലെയിം ഓപ്പി അടിക്കുന്നു. ഫ്ലെയിം ഓപ്പിക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ഫ്ലെയിം ഓപ്പിക്ക് ടാഗ് കിട്ടും. ഡെഡ്ലി സ്പെക്ക് ചെയ്യാൻ പറയാം. ലെവൽ എക്സ് കാർണേജ് നോക്കൗട്ട് ചെയ്ത് ഫ്ലെയിം ഓപ്പി കയറി വന്ന് അവിടെ ലെവൽ എക്സ് ടീമിൽ 2 പേരെ ഫിനിഷ് ചെയ്തു. കാർണേജ് നോക്കൗട്ട്. ലെവൽ എക്സ് ഹൈബ്രിഡ് മാത്രമാക്കി. ലെവൽ എക്സ് ഹൈബ്രിഡിനെ കില്ല് ചെയ്ത് കൺഫേം ആക്കിയിരിക്കുന്നു. ഇതിനെ കിട്ടി. ഡെഡ്ലി സ്പെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡെഡ്ലി പുറകെ നിൽപ്പുണ്ട്. ഡെഡ്ലി ഒരു കുഴപ്പമില്ലാതെ ഡെഡ്ലി അവിടെ നിൽപ്പുണ്ട്. ഡെഡ്ലിക്ക് കയറി വരാൻ പറ്റിയ സമയമാണ്. ഡെഡ്ലി സ്പെക്ക് ചെയ്യാൻ ടെറാക്സിനെ ബ്രോ ഇത്ര നേരം കാണിച്ചു. ടെറാക്സ് അവിടെ ആദ്യം അവിടെ നിൽപ്പുണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ടെറാക്സ് അവിടെ പ്രശ്നമൊന്നുമില്ല, സീനൊന്നുമില്ല, നിൽപ്പുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ എലിമിനേറ്റേഴ്സ് അവിടെ അടിക്കുന്നു. അവിടെ അടിക്കുന്ന നോക്കിയാൽ അറിയാം. ടെറാക്സ് ഇത് ഹെൽത്ത് സപ്പോർട്ട് വരുത്തിയിട്ടുണ്ട്. ടെറാക്സിന് ഞാൻ പറഞ്ഞു. ടെറാക്സ് അവിടെ സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. അവർക്ക് LC ടീമിന് ആദ്യം ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കൊന്നും പറ്റില്ല. 4 പേരാണ് ടീം ഇപ്പോഴും കയറി വരികയാണ്. അവിടെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അവർ ഡെഡ്ലി അങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ഡെഡ്ലി നോക്കിക്കൊണ്ട് പുഷ് ചെയ്യാണ്. 3 പേര് മാത്രമേ T20 കേബിളിന് നഷ്ടമായിട്ടുണ്ട്. ബാക്കിൽ നിന്ന് ഡെഡ്ലി ടീം കയറി വന്ന് അടിച്ചിട്ടുണ്ട്. അങ്ങനെ കേബിൾ മാത്രം ബാക്കിയായിരുന്നു. ഡാർക്ക് ലെവൽ വെൽക്കം ടീം ബ്രോ. രാകേഷ് ട്രാക്സിൻ്റെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അവിടെ ഡെഡ്ലിയുടെ ഫൈറ്റാണ് കാണിക്കുന്നത്. ഡെഡ്ലി വേഴ്സസ് T20. TSG അമോസ് അവിടെ LMX ട്രയംഫിന് അടിച്ചു. ഞാൻ പറഞ്ഞു TSG വേഴ്സസ് ഒരു SR ഉയരുന്ന പറഞ്ഞിട്ട് റിവ്യൂ ഗെയിം. പിന്നെ SRG ഉയരുന്ന ഗെയിം എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചു? ഇവിടെ ഒരാളും കൂടെ കാണുന്നുണ്ടല്ലോ. അവർ കേബിളിന് ഷാഡോ അവർക്ക് നഷ്ടം. TSG പ്രോളോടെ LMX അടിക്കുന്നുണ്ട്. TSG വേഴ്സസ് LMX നടക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി അടിക്കുമെന്ന് അറിയില്ല. T20 ഓപ്പൺ ചെയ്യുന്നുണ്ട്. TSG അവിടെ LMX അടിച്ച് ഫിനിഷ് ചെയ്തു. ഡൗട്ട് വേണ്ട, അടിച്ചിട്ടില്ല. തന്നെ ഡെല്ലി T20 ഫ്ലെയിം ഓപ്പ് ട്രാൻഡ്രോ പൊളി എനർജി നോക്കില്ല. താങ്ക് യു. LMX വേഴ്സസ് TSG നടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ T20 അവിടെ ഫിനിഷ് ആയെന്ന് തോന്നുന്നു. 100 അവിടെ കംപ്ലീറ്റ്ലി ഫിനിഷ് ആയി. അവിടെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കിയിട്ടുണ്ട്. ഡെഡ്ലി അവിടെ കയറി T20 കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കിയിട്ടുണ്ട്. TSG വേഴ്സസ് LMX നടന്നുകൊണ്ടിരുന്നു. LMX T20 അവിടെ T20 ലെജൻഡ് ബാക്കിയുണ്ടായിരുന്നു അവിടെ. ഓക്കെ, ലെജൻഡ് ഉണ്ടായിരുന്നു ബാക്കി. ലെജൻഡ് അവിടെ ഹെഡ് അടിച്ചു. ലെജൻഡ് പ്ലേ സോണിൽ വീണു. അയ്യോ, അത് വലിയൊരു ദുരന്തമായി പോയി. പോപ്പി കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ഡേബിൾ എത്തിയിട്ടുണ്ട്. പിന്നെ അല്ല ഡാർക്ക് ഡേബിൾ. താങ്ക് യു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഈ സ്ട്രീം നിങ്ങളുടെ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ നിങ്ങളുടെ അതായത് ക്ലാനിലേക്ക് അയച്ച് നിങ്ങളുടെ ക്ലാൻ മെമ്പേഴ്സിനെ കൂട്ടിക്കൊണ്ടുവന്ന് കളിച്ച് ഒരു കുറച്ച് സപ്പോർട്ട് നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരായിട്ട് വരിക. എന്തായാലും ഡെഡ്ലി ടീം അവിടെ T20 ടീമിന് അവിടെ കൺഫേം ആയിട്ടുണ്ട്. 100 അവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് എയ്ഡ് കിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. T20 ടീമിനെ കംപ്ലീറ്റ് ആയാലും ഡെഡ്ലി ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട്. LMX ടീമിന് കുറച്ച് നഷ്ടമായിട്ടുണ്ട്. 10 പേര്. വെരി നൈസ് പെക്ക് ബ്രോ. സൂപ്പർ കമൻട്രി. താങ്ക് യു ബ്രോ. താങ്ക് യു.
അപ്പോൾ നോക്കിയാൽ 10 ടീം 34 പ്ലേയേഴ്സ് 10 ടോപ്പിക് കമ്പനി ആർക്കും പിന്നെ താങ്ക് യു ഓക്കെ. അപ്പോൾ 10 ടീമും 34 പ്ലേയേഴ്സും ബാക്കി 10 ടീമും 34 പ്ലേയേഴ്സും ബാക്കി വെക്കും. ഡെഡ്ലി ടീമിനെ നോക്കുക. ഡെഡ്ലി ടീം വണ്ടിയൊക്കെ എടുത്ത് സോണിലോട്ട് കയറുന്നുണ്ട്. LSC ടീം സോണിലുണ്ട് ഓൾറെഡി. DS ടീം സോണിലാണ്. ഒപ്പ ടീമിനോട് ഒപ്പ ടീം വേഴ്സസ് TST നടക്കാൻ ചെറിയ ചാൻസ് ഉണ്ട്. ഒപ്പ ടീം വേഴ്സസ് TST നടക്കാൻ ചാൻസ് ഉണ്ടോ നോക്കി. അവർ വണ്ടി പോകുന്ന വഴിക്ക് അടിയിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കി അതിനിടയ്ക്ക് ചെറുതായിട്ട് പിങ് ഇഷ്യൂ വരുന്നുണ്ട്. പിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. സ്റ്റിൽ ഹോൾഡ് ബാക്ക്. നമ്മളിവിടെ തന്നെ വീണ്ടും വരും. നെറ്റ് ഇഷ്യൂ ചെറുതായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നെറ്റ്വർക്ക് ശരി ഷോ ആണ്. സോൺ ചെറുതാകുമ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ സോൺ ചെറുതാകുമ്പോഴത്തേക്കും ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുമ്പം ടീം നമ്പർ സെറഫ് ഒപ്പ എപ്പോഴും ഇവിടെ തന്നെയാണ്. സെറഫ് എവിടെയാണ്? സെറഫ് ഒപ്പയിലോട്ട് പോയി നോക്കാം. സെറഫ് ഒപ്പ വണ്ടിയിലാണ്. സെറഫ് ഒപ്പ സോൾട്ടേക്കറും കൂടെ നേരെ കയറി പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അവരും സോണിലെത്തുന്നു. എല്ലാം സോണിലാണ്. TST ടീം സോണിലാണ്. LMX എലൻ ബാത്റൂം സോണിലോട്ട് കയറുന്നില്ല. EMS ടീം കയറി പോകുന്നു. LMXൻ്റെ വില്ലൻ വേറെ സൈഡിൽ കൂടെ വന്നു. LMX ടീം രണ്ട് സ്പ്ലിറ്റായി പോയെന്ന് തോന്നുന്നു. എന്തായാലും ഒപ്പ കയറി ചെല്ലുന്നത് DS ടീമിൻ്റെ തൊട്ടടുത്തോട്ടാണ്. BSCയുടെ തൊട്ടടുത്തോട്ടാണ് പോകുന്നത്. അടി വരുമോ ഇല്ല നല്ല. അതിനിടയ്ക്ക് മാഡി സ്പോർട്സ് സോണിലോട്ട് കയറി വരുന്നുണ്ട്. മാഡി സ്പോർട്സ് അടുത്തോട്ട് ബ്രോ ഫൈറ്റ് കവർ ചെയ്യാൻ ഡാർക്ക് ബ്രോ ഡ്യുവലി നോട്ടഡ്. നമ്മൾ എന്തായാലും അടുത്ത ഫൈറ്റ് ഇവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. എലിമിനേറ്റേഴ്സ് വേഴ്സസ് ടീം ഓഫ് ഫാൻസ് ഉണ്ട്. LC ടീം ഓപ്പോസിറ്റ് വീടുകളിലാണ്. അവിടെ അടി നടക്കും. അതോ വേറെ എവിടെയെങ്കിലും അടി നടന്ന് അങ്ങോട്ട് പോകേണ്ടി വരുമോ എന്നറിയില്ല. എന്തായാലും നോക്കി. ഇതിനിടയ്ക്ക് ഒപ്പ സ്പോർട്സും ബാക്കിൽ വഴി വരാൻ ചാൻസ് ഉണ്ട്. അവരും വരാൻ ഫൈറ്റായിരുന്നു. സോ LC നോക്കൗട്ട് ചെയ്തു. വീണ്ടും പ്രശ്നമായി നെറ്റ്വർക്ക്. വൺ സീനാണ്. ഓക്കെ, നെറ്റ്വർക്ക് ശരിയായിട്ടുണ്ട്. സോ DS ടീം വേഴ്സസ് ഒപ്പ സ്പോർട്സ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഗ്രനേഡ് എറിയുന്നത് ഗ്രനേഡ് മൊളോട്ടോവ് ആണ് അറിഞ്ഞത്. മൊളോട്ടോവ് റിസൾട്ട് ഉണ്ടാക്കിയില്ല. ഇതിനിടയ്ക്ക് ഡി സൈബർ വൈറ്റ് സോൾട്ടേക്കർ ഒപ്പ അവിടെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഡി സൈബർ വൈറ്റ് നോക്കൗട്ട് ചെയ്തു. സൈബർ വൈറ്റ് OP സ്പ്രേ ബൈസൺ വെച്ച് അടിച്ച് നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോൾട്ടേക്കർ ഒപ്പയെ നോക്കൗട്ട് ചെയ്തു. DS ടീമിൽ കയറി വരുന്നു. DS ടീം വേഴ്സസ് ഒപ്പ സ്പോർട്സ് ആണ് നടക്കുക. DS ടീം വേഴ്സസ് ഒപ്പ സ്പോർട്സ്. എന്തായാലും എന്ത് പറ്റിയെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ചെറുതായിട്ട് ഒന്ന് പ്രശ്നം പറ്റി. നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. എല്ലാവർക്കും തിരിച്ചു വന്നിട്ടുണ്ട്. DS വാമ്പർ കയറിപ്പോൾ. DS വാമ്പർ ഒറ്റ കയറി പോകാൻ. DS വാമ്പർ വരുമ്പോൾ സെറഫൊപ്പ അവിടെ ഉണ്ട്. സെറഫൊപ്പ അവിടെ നിൽക്കുകയാണ്. DS വാമ്പർ കയറിപ്പോൾ. DS വാമ്പർ ചിലപ്പോൾ അടിയിടാൻ ചാൻസ് ഉണ്ട്. DS വാമ്പർ കണ്ടിട്ടുണ്ടോ അത് കിട്ടും അറിയുന്നില്ല. ഡാർക്ക് ഡെവിൾ എന്ത് പറ്റുന്ന ചോദിച്ചു. ഡാർക്ക് ഡെവിൾ ലൈവ് പോയില്ല. ഇപ്പം ശരിയായിട്ടില്ല. ഇപ്പം വന്നിട്ടുണ്ടാവാൻ സാധ്യത. ഇവിടെ വീണ്ടും അടിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ഒന്ന് ചെറിയ സ്വിച്ച് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ചെറിയ ഇഷ്യൂ ഉണ്ടായി. അത് നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്തു. എന്തായാലും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. ഒപ്പ സ്പോർട്സ് വേഴ്സസ് DS ആണ് നടക്കുന്നത്. ഒപ്പ സ്പോർട്സ് വേഴ്സസ് DS നടക്കുന്നത്. DS അസിൻ്റെ അടുത്തേക്ക് ഗ്രനേഡ്. ഓക്കെ, ജസ്റ്റ് മിസ് ആയിട്ട് പോയിട്ടുണ്ട്. DS ആഡം വെയിറ്റ് ചെയ്യുന്നു. DS ആഡം തൊട്ടപ്പുറത്ത് മിസ്റ്റർ റൗഡി ഉണ്ട്. അവിടെ DS അസ്നീനെ അടിക്കാൻ സെറഫൊപ്പ നോക്കുന്നുണ്ട്. സെറഫൊപ്പ DS അസ്നീനെ അടിക്കാൻ നോക്കുന്നുണ്ട്. നോക്കാം എന്ത് സംഭവിക്കാം എന്നാൽ DS ഹൈപ്പർ വൈറ്റാണ്. സോൾട്ടേക്കർ ഒപ്പയെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആഡമും സെറഫൊപ്പയും മാത്രം ബാക്കി. അങ്ങോട്ട് ഗ്രനേഡും സ്മോക്കും എറിയുന്നുണ്ട്. ഒന്നും റിസൾട്ട് ഉണ്ടാകുന്നില്ല. ആഡം ബാക്ക് വരുന്നുണ്ട്. സെറഫൊപ്പയുടെ അടുത്ത് അവിടെ സോൾട്ടേക്കർ ഒപ്പ അവിടെ കില്ല് കൺഫേം ചെയ്യുന്നു. ആഡം അവിടെ വെയിറ്റ് ചെയ്യുന്നു. പോപ്പി സ്പെക്കെക്സ് അവിടെ ഹെൽപ്പ് സപ്പോർട്ട് ചെയ്തു. പോപ്പി സ്പെക്കെക്സ് ഇതിന് സ്പെക്കെക്സ് കളിക്കാൻ കഴിയില്ല ബ്രോ. എന്തൊരു കളിക്കാൻ കഴിയില്ല. ആഡം താക്കി അവിടെ കറങ്ങി പോവാണ്. ആഡം കറങ്ങിപ്പോയി നോക്കി കഴിഞ്ഞാൽ ആഡവും സെറഫൊപ്പയും മാത്രം ബാക്കി. DS വാമ്പർ അവിടെ നിൽപ്പുണ്ട്. DS അസ്നീത് ഉണ്ട്. സൈഡിൽ കൂടെ ഹൈപ്പർ വൈറ്റ് നോക്ക്ഡൗട്ടാണ്. റൗഡി നോക്ക്ഡൗട്ടാണ്. ഹൈപ്പർ വൈറ്റ് റിവൈവ് എടുക്കുമോ എന്നറിയില്ല. ആഡം അസ്നീതും തൊട്ടടുത്ത് നിൽക്കുകയാണ്. വാമ്പർ ഒരു ഗ്രനേഡ് എറിയാൻ നോക്കുന്നുണ്ട്. ഗ്രനേഡ് എറിഞ്ഞ് റിസൾട്ട് ഉണ്ടാക്കിയില്ല. നൈസായിട്ട് മാറി അവിടെ ഹൈപ്പർ വൈറ്റ് അടിച്ചു. ഹൈപ്പർ വൈറ്റ് തിരിച്ച് നോക്കൗട്ട് ചെയ്തു. ആഡം കയറിപ്പോയി നോക്കൗട്ട് ചെയ്യുമെന്നറിയില്ല. ആഡം കയറിപ്പോയി നോക്കൗട്ട് ചെയ്ത് ഒരു കില്ല് കൺഫേം ചെയ്തു. ആഡത്തിൻ്റെ OP ഗെയിം പ്ലേ. ആഡം കയറി നോക്കൗട്ട് ചെയ്തു. അസ്നീത് കയറി വന്നു. അസ്നീതിനെ അടിക്കാൻ പ്ലാൻ. അസ്നീത് അടിച്ചു. അസ്നീതിനെ നോക്കൗട്ട് ചെയ്തു. 1 HP ആഡം 1 HP പോകുന്നു. തിരിച്ച് വാമ്പർ കയറുന്നു. വാമ്പർ അടിച്ച് ആഡത്തിനെ ഫിനിഷ് ചെയ്യുന്നു. ആഡം നല്ല ഗെയിം പ്ലേ ആയിരുന്നു. പക്ഷേ 1 HP ആണ്ട് അടിച്ച് ഫിനിഷ് ചെയ്യുന്നു. DS ടീം നോക്കിയാൽ DS ടീമിൽ 2 പേര് അല്ല ഒരാൾ മാത്രമേ നഷ്ടമായിട്ടുണ്ട്. ബാക്കിയുള്ള റിവൈവ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള റിവൈവ് എടുക്കും. കുഴപ്പമില്ല. ടെറാക്സ് ടീം ഡെഡ്ലി ടീമായിട്ട് തൊട്ടടുത്ത് നിൽക്കുകയാണ്. അവർ ചിലപ്പോൾ അറിയാൻ സാധിക്കും. ചിലപ്പോൾ ഇപ്പോൾ നോക്കി 7 ടീമും 25 പ്ലേയേഴ്സും സ്റ്റിൽ അലൈവ്. 7 ടീമും 25 പ്ലേയേഴ്സും സ്റ്റിൽ അലൈവ്. 7 ടീം 25 പ്ലേയേഴ്സ് അല്ലേ. 17 ടീം 20 അടുത്തേക്ക് വരാൻ ചെറിയ ചാൻസ് ഉണ്ട്. ഡെഡ്ലി ടീം ചെറുതായിട്ട് ടെറാക്സ് ടീമിൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടൊന്ന് പോവേണ്ടിയിരിക്കുന്നു. നോക്കാം ടെറാക്സ് ടീം വേഴ്സസ് ഡെഡ്ലി ടീം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇല്ല, നടക്കാൻ ചാൻസ് ഇല്ല. കാര്യം ടെറാക്സ് ടീം ഇവിടെ ഹോൾഡ് ഓൺ ചെയ്യാണ്. ഡെഡ്ലി ടീം കുറച്ചുകൂടെ അകത്തോട്ട് മാറുകയാണ്. 100 ലെവലെടുത്ത് പോയി 100 ലെവൽ ആരെയും കണ്ടിട്ട് നിൽക്കുകയാണെന്ന് അറിയില്ല. എന്തായാലും 100 നിൽക്കുകയല്ല. അവിടെ ജസ്റ്റ് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെറാക്സ് ടീം നോക്കി. ടെറാക്സ് ടീം എന്ത് ചെയ്യാൻ നോക്കാം. ടെറാക്സ് ടീം എന്ത് ചെയ്യണം. ടെറാക്സ് മല്ലു പോയി. ഇവിടെ നിൽപ്പുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. വീണ്ടും നെറ്റ്വർക്ക് സീനായോ. അവരവിടെ ഡെഡ്ലി ടീമിനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഡെഡ്ലി ടീമിനെ കാണാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അടിക്കാനും ചാൻസ് ഉണ്ട്. ഡെഡ്ലി ടീമിനെ കണ്ടിട്ടുണ്ട്. അവരെന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഡെഡ്ലിയിൽ അവിടെ ആളുണ്ടെന്ന് മനസ്സിലാണ്. ഇവർക്ക് സോണിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അടുത്ത സോൺ മാത്രം പ്രശ്നമാകും. കാരണം ഈ സോൺ അവിടെ TST വേഴ്സസ് DS നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ അടി നടക്കുന്ന TST വേഴ്സസ് DS ഇതിനിടയ്ക്ക് മാഡി സ്പോർട്സ് അങ്ങോട്ട് വരുന്നത്. DS അസ്നീത് നോക്ക്ഡൗട്ടാണ്. DS അസ്നീത് നോക്ക്ഡൗട്ട് ആകുന്നതിന് മാഡി സ്പോർട്സ് ടീമും കയറി വരുന്നുണ്ട്. മാഡി സ്പോർട്സ് അവിടെ തൊട്ടപ്പുറത്ത് കയറി വരുന്നുണ്ട്. അതിനിടയ്ക്ക് TST വേഴ്സസ് മാഡി സ്പോർട്സ് നടക്കാൻ സാധ്യത. TST വേഴ്സസ് മാഡി സ്പോർട്സ് നടക്കുന്നുണ്ട്. നോക്കാം. മാഡി സ്പോർട്സിൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. TST ടീമിന് മുകളിൽ ഹൈറ്റ് അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. രണ്ടുപേരും സോണിനകത്താണ്. മാഡി
മാഡി സ്പോർട്സിൻ്റെ പിള്ളേർക്ക് അവിടെ കവറുണ്ടോ എന്ന് നോക്കിയാൽ കവറില്ല എന്ന് വേണമെങ്കിൽ പറയാം. കവറുണ്ട്, കുഴപ്പമില്ല. മാഡി സ്പോർട്സിന് അടിക്കുന്നുണ്ട്, അവിടെ ഒന്നും കണക്ട് ആവുന്നില്ല. എന്തായാലും TSG വേഴ്സസ് മാഡി സ്പോർട്സ് ഗെയിം മാഡി സ്പോർട്സ് അവിടെ നടക്കുന്നു. മാറ്റ് റെജിസൈഡ് ടീം അവിടെ കയറി പോകുന്നുണ്ട്. സാം, റാസ്, ഫേസ് ആൻഡ് നിയോ അവിടെ കയറി പോകുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ജോക്കർ, ആമോസ്, ഹൾക്ക് ആൻഡ് പ്രോളർ അവിടെ നിൽക്കുകയാണ്. നോക്കിയാൽ ഇവിടെ ഫൈറ്റ് നടക്കുമ്പോൾ അവിടെ അടി നടക്കും. ഈ സമയത്ത് എന്തുകൊണ്ട് രക്ഷപ്പെട്ടത് DS ടീമാണ്. കാര്യം അവർക്ക് ഒരു ഫൈറ്റ് വന്നെങ്കിൽ ഇപ്പം ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഔട്ട് നമ്പേർഡ് ആയിരുന്നു. അവിടെ ഓൾറെഡി 3 പേരേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു നോക്ക് കൂടെ വന്നപ്പോൾ അവർക്ക് ഈ സമയം ഇവർ രക്ഷിച്ച് എനിക്കൊന്ന് മാഡി സ്പോർട്സ് ടീമാണ്. മാഡി സ്പോർട്സ് ഗെയിം കയറി വന്നിട്ട് ഒരു കവർ കൊടുത്തു എന്ന് വേണം പറയാൻ. എന്തായാലും കൊള്ളാം. LMX ടീം ഇതിൻ്റെ ഇടയ്ക്ക് പുറകെ കൂടെ വരുന്നത്. LMX ടീം പുറകെ വഴി പോകുന്നുണ്ട്. LMX ടീം പുറകിലോട്ട് കയറി ഇങ്ങോട്ട് വരുമോ എന്നറിയില്ല. അവരില്ല, അവർ നൈസായിട്ട് ബാക്ക് വഴി പോയിട്ടുണ്ട്. അവിടെ TSG ആമോസ് അവിടെ അടിച്ചു. TSG ആമോസിനെ അടിച്ച് നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തിരിച്ചടിച്ച് റിവൈവ് എടുക്കാൻ TSG ജോക്കർ നോക്കൗട്ട് ഔട്ടാണ്. എൻ്റെ പിന്നെ ആരൊക്കെയാണ് ഹൈപ്പർ വെറ്റിന് സാമിനെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് TSG രാഹുൽ കെയും പ്രോളറും മാത്രം ബാക്കി. മാറ്റി എന്തും സംഭവിക്കാം. അവിടെ താഴെ നടിവന്നു. സാമിനടിച്ച് നോക്കട്ടെ. രാവിലെ ടെറാക്സ് പൊളി എന്ന് പറഞ്ഞില്ല. ടെറാക്സിൻ്റെ ഒരു ഇടിമിന്നൽ ചിഹ്നമൊക്കെ ആയിട്ട് ഡാർക്ക് ഡബിൾ OP മാൻ രാവിലെ ആദ്യം തൊട്ട് തന്നെ അവസാനം വരെ നിൽക്കുന്ന ഒരു വലിയ കാര്യമാണ്. മാഡി സ്പോർട്സ് അതായത് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ TSGയുടെ 2 അവിടെ നോക്ക് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. അവിടെ ഫേസിന് നല്ല രീതിയിൽ ടാഗ് ഇട്ടിട്ടുണ്ട്. ഫേസ് അവിടെ റൺ സ്പീഡ് കുറയാണ്. ഫേസ് റൺ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് LMX ടീം നൈസിന് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. മാഡി സ്പോർട്സ് നോക്കിക്കഴിഞ്ഞാൽ മാഡി സ്പോർട്സിന് 4 പേരും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. അവർക്ക് ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. മാഡി സ്പോർട്സ് ഇല്ല, അവർ 4 പേരും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. TSG ടീമിന് അവിടെ റിവൈവ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും സോണിലാണ് ഇവരെല്ലാം. 7 ടീം 25 പ്ലേയേഴ്സ്. TSG പ്രോളറിനാണെന്ന് തോന്നുന്നു അടി വന്നത്. TSG പ്രോളറിന് അടി വന്നു തോന്നുന്നു. ആരാണ് അടി വന്നിട്ടുണ്ട്? TSG ജോക്കറിന് റിവൈവ് കംപ്ലീറ്റ് ആക്കി. TSG പ്രോളർ TSG അമോസിനാണ് അടി വന്നത്. TSG അമോസും പ്രോളർ ഇവിടെ നിൽപ്പുണ്ട്. ഓപ്പോസിറ്റ് മാഡി സ്പോർട്സ് പോകുന്നുണ്ട്. 1-on-1 സിറ്റുവേഷൻ അവിടെ നിൽക്കുകയാണ് ഒരു ടീം. TSG വേഴ്സസ് മാഡി സ്പോർട്സ്. ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? ലൈവിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. എന്തായാലും നോക്കാം ഇവിടെ ഫൈറ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇതിലേക്ക് DS ടീം നൈസായിട്ട് പിറകെ വഴി കയറി വരുന്നെന്ന് തോന്നുന്നു. TS ടീം ബാക്ക് വഴി കയറി വരുന്നുണ്ട്. ഡെഡ്ലി ടീം കയറി വരുന്നുണ്ട്. കുഴപ്പമില്ല. എന്തായാലും വേറെ പ്രശ്നമൊന്നുമില്ല. EMS ടീം എലിമിനേറ്റേഴ്സ് വേഴ്സസ് LMX നടക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. എന്തായാലും ഇവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇത്രയും അടുത്ത് ക്ലോസ് റേഞ്ചിൽ വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നൈസ് സ്പീക്കിംഗ് ബ്രോ എന്ന് പറഞ്ഞാൽ പിന്നെ താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്തായാലും ഡാർക്ക് ഡെവിൽ ഇവിടെ സപ്പോർട്ടായിട്ട് ഇവിടെ ടെറാക്സിന് സപ്പോർട്ട് ചെയ്യണം. ടെറാക്സിൻ്റെ അടുത്തേക്ക് ഒരു ചെറുപ്പൊരു അടി നടന്നേക്കാൻ ഡെഡ്ലിയുടെ. പക്ഷേ എന്തായാലും വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ TSG വേഴ്സസ് മാഡി സ്പോർട്സ് ആണ് നടക്കുന്നത്. TSG വേഴ്സസ് മാഡി സ്പോർട്സ് എന്താവാം എന്ന് നോക്കി നോക്കാം. എന്തും ആവാം, എങ്ങനെയാവാം, എപ്പോഴും ആവാം. സോ DS ടീമുണ്ട്, ഡെഡ്ലി ടീമുണ്ട്, കിടുമെന്ന് പറയുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. സോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ മാഡി സ്പോർട്സിൻ്റെ ടീം ഇവിടുണ്ട്, ടെറാക്സ് ടീം ഇവിടുണ്ട്, TSG ടീം ഇവിടുണ്ട്, DS ടീം ഇവിടുണ്ട്, ഡെഡ്ലി ടീം കയറി വരുന്നുണ്ട്. ടെറാക്സ് ടീം നൈസായിട്ട് സോണിൽ കയറുന്നുണ്ട്. LMX ടീം സോണിൽ കയറുന്നുണ്ട്. ഇതിനിടയ്ക്ക് എലിമിനേറ്റേഴ്സ് ടീം സോണിൽ കയറുന്നുണ്ട്. എല്ലാവരും കുഴപ്പമില്ല. 7 ടീം 25 പ്ലേയേഴ്സും ലാസ്റ്റ് സോൺ ആയിക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് സോൺ ആകുമ്പോൾ 7 ടീം 25 പ്ലേയേഴ്സ് വരെ അവിടെ വഴി നടക്കാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എയർ ഡ്രോപ്പിലോട്ട് പോയി നോക്കാം. എയർ ഡ്രോപ്പിൽ എന്താ ഉള്ളത്? എയർ ഡ്രോപ്പിൽ ഒന്നുമില്ലേ? അത് താഴെ ഒന്നും കാണാനില്ല. എയർ ഡ്രോപ്പിലുള്ളത് ഗ്രോസയും സപ്രസറും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ പോയി എടുക്കാം. ഇഷ്ടമുള്ളവർക്ക് ഗ്രാസയും സപ്രസറും പോയി എടുക്കാം. ഗ്രോസയും സപ്രസറൊക്കെ ഉണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി എടുത്തോളൂ. വേണ്ട, അവിടെ അടി നടന്നില്ല. TSG ടീം നൈസായിട്ട് ബാക്ക് വരിഞ്ഞു. മാഡി സ്പോർട്സ് നൈസായിട്ട് ബാക്ക് വരും. എല്ലാവരും സോണിൽ കയറി ലാസ്റ്റ് ഫൈറ്റ് എടുക്കാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. എന്തായാലും OP ഗെയിം പ്ലേ. ഇപ്പോൾ 7 ടീം 25 പ്ലേയേഴ്സ് അല്ലേ, എല്ലാം ലൈവായിരുന്നു. നല്ല ലൈവായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. കൊള്ളാം. ഞാൻ വിചാരിച്ചു 50 പേര് സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു. 50 പേര് തുടങ്ങിയിട്ട് 25 പേര് ലാസ്റ്റ് സോണിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മളെല്ലാവരും വിചാരിക്കും സർവൈവ് ആണ്. പക്ഷേ സർവൈവ് അല്ല, എല്ലാവരും അത്യാവശ്യം ഫൈറ്റ് എടുത്തിട്ടാണ് എല്ലാവരും ലാസ്റ്റ് സോണിലേക്ക് എത്തുന്നത്. നോക്കി കഴിഞ്ഞാൽ 7 ടീം 25 പ്ലേയേഴ്സ് അല്ലേ. ആര് ഇന്നത്തെ ചിക്കൻ റൂം ടെറാക്സ് കൊണ്ടുപോകും. ടെറാക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഡാർക്ക് ഡെവിൽ സപ്പോർട്ട് ചെയ്യുന്ന ടെറാക്സ് കൊണ്ടുപോകും. അതോ ഇനി വേറെ ആരെങ്കിലും കൊണ്ടുപോകും? LMX കൊണ്ടുപോകും, മാഡി സ്പോർട്സ് കൊണ്ടുപോകും, TSG ടീം കൊണ്ടുപോകും. TSG എലിമിനേറ്റേഴ്സ് LMX ഫില്ലോട് LMS ഇലക്ട്രോയെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. LMS ഇലക്ട്രോയെ നോക്കൗട്ട് ചെയ്തു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തും സംഭവിക്കാം നോക്കി നോക്കാം. ലൈവ് ഓഫ്ലൈൻ പോയിട്ട് തിരിച്ചു വന്നു. ഇലക്ട്രോ റിവൈവ് ആയിട്ടുണ്ട്. LMXൻ്റെ ഒരാൾ നോക്ക്ഡൗൺ ആണ്. അവിടെ റിവൈവ് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, തിരിച്ചു വരും. LMX ഇൻ യുവർ പ്രഡിക്ഷൻ അങ്ങനെ പറയാൻ പറ്റും. എല്ലാ ടീമും നല്ല ടീമാണ്. നമുക്ക് ഇന്ന് കളിക്കുന്ന എല്ലാ ടീമും നല്ല ടീമാണ്. LMX അടിച്ചു. അടുത്ത ആളെ നോക്കൗട്ട് ചെയ്യുന്ന LMX കോസ്റ്റിനെ നോക്കൗട്ട് ചെയ്തു. കോസ്റ്റിനോട്ട് തിരിച്ചടിച്ചു. LMX വില്ലനെ നോക്കൗട്ട് ചെയ്ത് നോക്കി. എല്ലാവരും 1 HP വന്നു. എൻ്റെ പൊന്നെ, ഇതിനിടയ്ക്ക് LMX ടീം കംപ്ലീറ്റ്ലി വൈപ്പായിരിക്കുന്നു. ടെറാക്സ് ടീം ബാക്കിൽ നിന്ന് വന്നതാണോ? അല്ല, ടെറാക്സ് ടീം അല്ല, LMX ടീം 2 എല്ലാവരും ഒറ്റയ്ക്ക് വൈപ്പ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ പിന്നെ OP ഇല്ല, ടെറാക്സും കൂടെ സപ്പോർട്ട് ചെയ്തു. ടെറാക്സും കൂടെ ബാക്കിൽ നിന്ന് അടിച്ചുകൊണ്ടാണ് LMX ടീം 1 HP പോയതാണ്. ലാസ്റ്റ് ഒരു ബുള്ളറ്റ് അടുത്തൂടെ പോയി കഴിഞ്ഞാൽ തീരാണ്. പക്ഷേ അവർക്ക് എന്തായാലും ബാക്കിൽ വന്ന് സപ്പോർട്ടായിട്ട് വന്നത് ഞാനുണ്ട് മുത്തിയെന്ന്. പിന്നല്ല, നമ്മുടെ സ്വന്തം അപ്പിന് അടിച്ചിട്ടുണ്ട്. സൈബർ ബൈറ്റ് രാഹുലിനെ അടിച്ചു. TRX പോളി പൊളിത്തും പറയാനില്ല.
TRS പൊളിയാണ്. എൻ്റെ അമ്മ എനിക്ക് സൗണ്ട് കേൾക്കുന്നു. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? 960 MS വീണ്ടും തിരിച്ചു പോയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ നെറ്റ്വർക്ക് വൻ ഇഷ്യൂ ആയിട്ടുണ്ട്. TSG അമോസ് തിരിച്ചടിച്ചു. TSG നല്ല TS വാമ്പറിനെ അടിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഡെഡ്ലി ടീമോട് കയറി വന്നു. TS പ്രോളർ TS സൈബറായിട്ട് കൺഫേം ചെയ്തു. അവിടെ മാഡീസ് ഫോഴ്സസിനെ അവിടെ LMXൻ്റെ ആലനോടെ ഫേസിനടിച്ച് നോക്കൗട്ട് ചെയ്ത് മാഡീസ് ഫോഴ്സിലെ ഒരാൾ മാത്രമാണ് ബാക്കിയെന്ന് തോന്നുന്നത്. ഒരാൾ മാത്രമാണ് ബാക്കി. എന്ന് സംഭവിക്കാം നോക്കി നോക്കാം. മാഡീസ് ഫോഴ്സ് ബാക്കിൽ നിന്ന് വീണ്ടും അടിയിടുന്നുണ്ട്. ഇവിടെ നേരെ ഡെഡ്ലി ടീം അടിക്കുന്നു. ഡെഡ്ലി ടീമോട് ഡെഡ്ലി സാജന ടീം മാഡീസ് ഫോഴ്സ് റാസിനെ അടിച്ച് കൺഫേം ചെയ്തു. അങ്ങനെ ഇപ്പോൾ നോക്കി 4 ടീം 13 പ്ലേയേഴ്സായി മാറുന്നു. 4 ടീം 13 പ്ലേയേഴ്സായിട്ട് മാറി കഴിയുമ്പോഴത്തേക്കും ടെറാക്സിനെ അടിച്ചിട്ട് TSG ജോക്കറിനെ അടിച്ച് നോക്കൗട്ട് ചെയ്യുന്നു. TSG ജോക്കറിനെ അടിച്ച് നോക്കൗട്ട് ചെയ്തു. TSG ജോക്കർ പ്രോളറോട് റിവൈവ് ഉണ്ട്. പക്ഷേ അവർക്ക് സോണി കയറേണ്ട എത്രയും പെട്ടെന്ന് സോണി കയറി പണി പാടും. ടെറാക്സിനും സോണാണ്. ടെറാക്സ് അവിടെ LMX വില്ലിനെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. LMX അലൻ മാത്രം ബാക്കി. TSG അമോസ് അവിടെ ഉണ്ട്. ഇതിനിടയ്ക്ക് ഇപ്പുറത്ത് അടി നടക്കുന്നത് ഇവിടെ അടി നടക്കുന്ന നേരെ നോക്കിയാൽ TSG പ്രോളർ TSG ജോക്കർ നോക്കണം. TSG അമോസ് നോക്കണം. TSG പ്രോളർ മാത്രം ബാക്കി. പ്രോളർ ഒറ്റയ്ക്ക് കയറുന്നതിലേക്ക് ടെറാക്സിന് സോൺ അഡ്വാൻറ്റേജ് ഉണ്ട്. എനിക്ക് ഡെഡ്ലി അടിച്ച് ടെറാക്സ് ഡെഡ്ലി VPT അടിച്ച് നോക്കൗട്ട് ചെയ്യും. ടെറാക്സ് നോക്കി TSG ജോക്കറിന് കംപ്ലീറ്റ്ലി പ്ലേ സോണിൽ വീണിട്ടുണ്ട്. തീർന്നിട്ടുണ്ട് അവിടെ. എന്തായാലും ഇവിടെ നോക്കിയാൽ 4 ടീം 10 പ്ലേയേഴ്സുകൾ. LMX അലൻ കയറി വരുന്നുണ്ട്. ടെറാക്സിൻ്റെ 4 പ്ലേയേഴ്സ് അവിടെ സെറ്റാണ്. ഡെഡ്ലിയുടെ 4 പ്ലേയേഴ്സ് ഉണ്ട്. ഒരാൾ നോക്ക്ഡ് ആണ്. TSG പ്രോളറും ഉണ്ട്. സോ LMX വേഴ്സസ് ടെറാക്സ് വേഴ്സസ് ഡെഡ്ലിയാണ് നടക്കുന്നത്. ടെറാക്സിൻ്റെ എനിക്ക് ടെറാക്സ് വീണ്ടും സോൺ അഡ്വാൻറ്റേജ് ഉണ്ട്. ഡെഡ്ലി ടീമിന് സോണിലോട്ട് കയറേണ്ടതായിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അലൻ സോണിൽ ഔട്ടാണ്. അലൻ സോണിൻ്റെ ജസ്റ്റ് ഇന്നാണ്, ജസ്റ്റ് അടുത്താണ്. പ്രോളർ ജസ്റ്റ് സോണിനകത്താണ്. എന്തായാലും ഡെഡ്ലി ടീമിന് സോണിലോട്ട് കയറേണ്ടതുണ്ട്. ഡെഡ്ലി ടീമിന് സോണിലോട്ട് കയറേണ്ടതായിട്ട് തന്നെ അവർക്ക് വലിയ ഇഷ്യൂ ഉണ്ടാവും. സോണി കയറുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. നോക്കി നോക്കാം എന്താണ് നടക്കുക എന്നുള്ളത്. ടെറാക്സിൻ്റെ ഒരു ഉഗ്ര ഓപ്പി നേഡിൽ അടിപൊളി ഒരു ഒരു നോക്ക് വേണ്ട ഒരു കില്ലും ഒരു നോക്കും ആയിട്ടുണ്ട്. ഡെഡ്ലി ടീമിൻ്റെ 2 പേരായിട്ട് ചുരുങ്ങുന്നു. ഡെഡ്ലി സാജന് അവർ കയറി പുഷ് ചെയ്യുന്നുണ്ട്. പുഷ് ആവുന്നുണ്ടോ ഇല്ലയോ നോക്കി നോക്കാം. പുഷ് ആവുന്നുണ്ടോ ഇല്ലയോ. ഡെഡ്ലി സാജൻ്റെ അടുത്തേക്ക് ഒരു മൊളോട്ടോയ്ക്ക് വലിച്ചു വരുന്നുണ്ട്. ടെറാക്സ് ലിയോൺ കയറിപ്പോൾ സാജൻ്റെ കില്ല് കൺഫേം ചെയ്യാൻ നോക്കുന്നു. ടെറാക്സ് സാജൻ്റെ കില്ല് കൺഫേം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല. ടെറാക്സ് ലിയോൺ വന്നിരിക്കുന്നു. ടെറാക്സ് ലിയോൺ അവർക്ക് സോണിലാണ്. സോൺ ഔട്ടാണ്. സോൺ ഔട്ടിലോട്ട് കയറേണ്ട സമയമായിരുന്നു. സോൺ ഇന്ന് കയറേണ്ടതാണ്. അവർ ഒരു മൊളോട്ടോ വേണ്ടിട്ടുണ്ട്. ടെറാക്സ് ക്വാർട്ടർ ഡെഡ്ലി സാജൻ്റെ കിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ക്വാർട്ടറുടെ കില്ല് കൺഫേം ചെയ്തു. ഇതിനിടയ്ക്ക് വേറെ അടി വരുന്നുണ്ട്. പ്രോളറിൻ്റെ അടുത്താണ് അടി വരുന്നത്. പ്രോളറിനെ അടിച്ച് ഫിനിഷ് ചെയ്യുന്നത് എൻ്റെ പൊന്നെ LMX അലനാണ്. TSG പ്രോളറിനെ അടിച്ച് ഫിനിഷ് ചെയ്തു. LMX അലൻ അവിടെ ഇപ്പോൾ ആരും അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡെഡ്ലി ടീം 2 പേര് ഫുൾ ടൈം ആയിട്ട് ഇവിടെ നിന്നുള്ളത്. ഇപ്പോൾ ടെറാക്സ് ടീം മാത്രമാണ് ഫുൾ ടീം ഉള്ളത്. ബാക്കി എല്ലാവർക്കും ഔട്ട് നമ്പർ ടീമാണ്. LMX ടീമിൽ ഒരാൾ മാത്രം ബാക്കി. ഡെഡ്ലി ടീം നോക്കി 2 പേര് മാത്രം ബാക്കി. സോ 4 vs 2 vs 1 അങ്ങനെയാണ് സിറ്റുവേഷൻ. MRX മല്ലുബോയ് തൊട്ടടുത്ത് അലനുണ്ട്. അലനെ അടിക്കാൻ മല്ലുബോയോട് നോക്കി നിൽക്കുകയാണ്. മല്ലുബോയ് അടിക്കാനാണ് ചാൻസ് കൂടുതൽ. അവർക്ക് മല്ലുബോയ്ക്ക് അറിയാം അവിടെ ഒരാളുണ്ടെന്ന്. സോ മല്ലുബോയ് വെയിറ്റ് ചെയ്യാണ്. ഡെഡ്ലി ടീമിന് സോണി കയറണം. ഡെഡ്ലി ടീമിൻ്റെ മൊളോട്ടോ ഇട്ട് നിറക്കുകയാണ് കയറാനായിട്ട്. എന്തായാലും മല്ലുബോയ്ക്ക് സോണി കയറണം. മല്ലുബോയ് സോൺ ഔട്ടാണെന്ന് തോന്നുന്നു. ടെറാക്സ് LMX അലന് സോണി കയറണം. അലൻ നല്ലൊരു നേടറിഞ്ഞു. നേടില്ല. അലൻ്റെ ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ നടന്നിട്ടില്ല. മല്ലുബോയ് സോണി കയറില്ലെങ്കിൽ ഇപ്പോൾ പണി പാടും. അലനും സോണി കയറണം. പണി പാടില്ലെങ്കിൽ നോക്കി നോക്കാം എന്താ ആരടിക്കും നോക്കിയോ. ടെറാക്സ് കോഡെക്സ് ഡണ്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി നോക്കൗട്ട് ചെയ്തു. എൻ്റെ പോലെ OP ഗെയിം പ്ലേ മാൻ. അവിടെ അടിപൊളി സൂപ്പ് BRDM എടുത്ത് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവിടെ അലനെയും കൂടെ അടിച്ച് ഫിനിഷ് ചെയ്താൽ തീർന്നതാണ്. അലനെയും കൂടെ അടിച്ച് തീർന്നു. ടെറാക്സ് അങ്ങനെ തീർക്കും. അലൻ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അലൻ സോണിന് തീർന്നതാണ്. LMX തീർന്നിട്ടുണ്ട്. LMX അങ്ങനെ കംപ്ലീറ്റ്ലി വൈപ്പായി. ടെറാക്സ് ടീം OP ഗെയിം പ്ലേ. ഡാർക്ക് ഡെവിൽ യു ആർ ദ മാൻ ബ്രോ, യു ആർ ദ മാൻ. ടെറാക്സ് എന്ന് ചിക്കൻ ഡിന്നർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെറാക്സ് ഇന്ന് ചിക്കൻ ഡിന്നർ അടിച്ചുകൊണ്ട് പോയി ടോട്ടൽ 5, 8, 9 കിലോ ചിക്കൻ ഡിന്നർ കൊണ്ട് വരുന്നത്. സെക്കൻഡ് പൊസിഷൻ എത്തിക്കുന്ന LMX ടീം. LMX ടീമിൽ 6 കിലോ എടുത്തിട്ടുണ്ട്. തേർഡ് പൊസിഷൻ എത്തിയിരിക്കുന്ന ടെറാക്സ് ലിയോൺ അടിപൊളി OP. അടിപൊളി. എനിക്ക് പറയാതിരിക്കാൻ OP ഗെയിം പ്ലേ. ലാസ്റ്റ് സോണിൽ BRDM എടുത്തുകൊണ്ട് പുഷ് ചെയ്യുക. 2 പേരെ അവിടെ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ കറക്റ്റ് പുഷ് ചെയ്യുക. വണ്ടി ഇടിച്ച് നോക്കൗട്ട് ചെയ്ത് കില്ല് കൺഫേം ചെയ്യുക. OP ഗെയിം പ്ലേ. പറയുക സ്ട്രാറ്റജീസ് OP ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലേ. ഇവിടെ നോക്കിയാൽ TSG വേഴ്സസ് TSG 4th പൊസിഷനിൽ എത്തിയിരിക്കുന്നുണ്ട്. 5th പൊസിഷനിൽ മാഡീസ് ഫോഴ്സ്, 5th പൊസിഷനിൽ DS ടീം, 6th DS ടീം. എലിമിനേറ്റർ 6th പൊസിഷനിലാണ്. 7th പൊസിഷനിൽ ഏത് ടീമാണെന്ന് നോക്കിയാൽ ഒപ്പായി സ്പോർട്സ് 8th പൊസിഷനിലാണ്. 9th പൊസിഷനിൽ LC ടീമാണ്. 10th പൊസിഷനിൽ LSD ടീമാണ്. 11th പൊസിഷനിൽ T2D ടീമാണ്. 12th പൊസിഷനിൽ നിൽക്കുന്നതാണ് LeverX ടീമാണ്. 13th പൊസിഷനിൽ ZRM ടീമാണ്. സോ ഇന്നത്തെ മാച്ച് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. ബിഗ് താങ്ക്സ്. ലൈവ് ഇടയ്ക്ക് പ്രശ്നമുണ്ടായി എന്നിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിന്നു. അടിപൊളി. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് വീണ്ടും പറയുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് നാളെ തൊട്ട് വീണ്ടും അടിപൊളിയാക്കാം. നെറ്റ്വർക്ക് ചെറിയ മഴ വന്ന സീനാണ്. നെറ്റ്വർക്ക് കൊണ്ട് ഉപയോഗമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇന്ന് രാത്രിത്തെ മാച്ച് മറക്കണ്ട. എന്തായാലും ഇന്ന് അടുത്തൊരു MRX മാച്ച് ഉണ്ട്. അത് ക്ലോസ് റൂമാണ്. അത് കഴിഞ്ഞിട്ട് 11:40 എല്ലാ ദിവസവും ഓപ്പൺ റൂമുണ്ട്. റാങ്കിൽ മാപ്പായിരിക്കും. ആർക്കും കളിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ID പാസ്വേഡ് ഞാൻ ലൈവിൽ തന്നെ തരുന്നതാണ്. നിങ്ങൾക്ക് ലൈവിൽ വന്ന് കളിക്കണമെന്നുണ്ടെങ്കിൽ വന്ന് ID പാസ്വേഡ് ഇടുക. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. So that's it for today in SRRA room. So this is SRRA Shan signing out from SRRA Gaming. Stay safe, stay healthy, stay hygiene. Thank you very much.